لله الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ഏറ്റവും സ്നേഹാദരം നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കളെ, മഹല്ല് ഉമറാക്കൾ, സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാമും അവരും അനുഭവിക്കുന്ന ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. മരണപ്പെട്ടുപോയ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ദുൽഖഅദ മാസം ദുൽഹിജ്ജയിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. ഹാജിമാരൊക്കെ പരിശുദ്ധമായ സമർപ്പണത്തിന്റെ സായുജ്യമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ജനങ്ങളങ്ങനെ ഒരുങ്ങി തയ്യാറായി മക്കയുടെ മണ്ണിലേക്കും മദീനയുടെ മണ്ണിലേക്കും അടുത്തുകൊണ്ടിരിക്കുക. അല്ലാഹു മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ, മുത്ത് ഹബീബിന്റെ ഹദറത്തിലെത്തി സിയാറത്ത് ചെയ്യാൻ അവർക്കും നമുക്കൊക്കെ അല്ലാഹു ധാരാളം ഭാഗ്യം നൽകുമാറാകട്ടെ. ചെയ്തവരത് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് കല്ലേറ്. നമുക്കറിയാം, ഉളുഹിയ്യത്തിന്റെ പശ്ചാത്തലം മഹദി ഹാജറ ബീവി ഇബ്ലീസിനെ കല്ലെടുത്തെറിഞ്ഞതിന്റെ ആ ഒരു സ്മരണയെ പുതുക്കിക്കൊണ്ടാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഭാഗങ്ങളൊക്കെയും മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പൊന്നോമന പുത്രനായ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹാജറ ബീവിയെയും സ്മരിച്ചുകൊണ്ടുള്ള ഓർമ്മകളെ ഓർത്തുകൊണ്ട് അവരെ ഹൃദയാന്തരങ്ങളിൽ ലയിപ്പിച്ചുകൊണ്ട് അവർ ചെയ്ത ത്യാഗസ്മരണ അതൊരു കർമ്മമായി അതിന്റെ ഭാഗങ്ങളൊക്കെ പൂർത്തിയാക്കാം. എന്തുകൊണ്ടാ? അവർ റബ്ബിലേക്ക് അടുത്തവരും അല്ലാഹ് ഇഷ്ടപ്പെട്ടവരുമാണ്. അപ്പൊ അല്ലാഹുവിന്റെ മഹാന്മാരെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക, അത് വിശ്വാസത്തിന്റെ വലിയ ഭാഗമാണ്. അല്ലാഹു അത്തരം വിശ്വാസികളിൽ നമ്മെ റബ്ബ് ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശ്വാസത്തിൽ നിന്ന്, യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന്, മുസ്തഖീമായ പാതയിൽ നിന്ന്, മഹാന്മാരെ ബഹുമാനിക്കുന്നതിനെ നിന്ദിച്ച് സംസാരിക്കുന്നവരിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും ഈ കർമ്മം ചെയ്യുന്നവരാണ്. ഏത് വിഭാഗം ആളുകളും, ഔലിയാക്കന്മാര്, മഹാന്മാര്, മഹത്തുക്കള്, പ്രപഞ്ച ത്യാഗികള്, ഇവരിലൊന്നും ഒരു മഹത്വമില്ല എന്ന് പറയുന്നവരും ഹാജറ ബീവി കല്ലെറിഞ്ഞതിനെ ഓർത്തുകൊണ്ട് കല്ലെറിയുന്നവരാണ്. ഒക്കെ നിങ്ങള് ഉളുഹിയ്യത്താണ് കടന്നു വരുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യന് തന്റെ പ്രിയപ്പെട്ട മക്കൾക്കും അവനും വസ്ത്രവും ഭക്ഷണവും അന്നേ ദിവസത്തെ എല്ലാ ചെലവുകളും കഴിച്ചുകൊണ്ട് സമ്പത്ത് അവന് ബാക്കിയായി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മൃഗത്തിനെ അവൻ ഉളുഹിയ്യത്ത് അറുക്കണമെന്നാണ് ശാഫിഈ മദ്ഹബില് സുന്നത്ത് മുഅക്കദായ സുന്നത്ത്, ശക്തിയായ സുന്നത്താണ്. ചെയ്യാതിരുന്ന കറാത്തും. ഹനഫി മദ്ഹബില് മഹാനായ ഹനഫി ഇമാം പഠിപ്പിക്കുന്നത് ഉളുഹിയ്യത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി സമ്പത്തുണ്ടായിട്ടൊരു വ്യക്തി ഉളുഹിയ്യത്ത് അറുത്തിട്ടില്ല എങ്കിൽ അത് ഹറാമായി കൊണ്ടുവരെ പഠിപ്പിക്കുന്നുണ്ട്. വാജിബാണ് അവനെ. ഉളുഹിയ്യത്ത് വാജിബാണ് ഹനഫി മദ്ഹബിൽ. ചില ആളുകൾക്ക് ഒരു ധാരണ, വലിയ പൈസക്കുള്ള ആൾക്കാർക്കുള്ള ഉദയം ഇറക്കേണ്ടത്. നമ്മുടെ കയ്യിൽ 1/3 കൂടാൻ കഴിയോ, നമ്മൾ അതിന് പങ്കെടുക്കുക.
ഏഴിലൊരാളായി തീരാൻ പറ്റുമെങ്കിൽ അതിന് നമ്മൾ പങ്കെടുക്കുക. ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ നമ്മളൊക്കെ പങ്കുകാരായി തീരണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഴിയുന്നവരെന്ത് ചെയ്യാം, ഒന്നിനെ തന്നെ ഉഷാറായിട്ട് ഇറക്കുക. ഏത് കഴിഞ്ഞ ആടിനെ ഇറക്കാലോ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ മദ്ഹബ് ഇസ്മായിൽ എന്നറിയപ്പെടുന്ന പരിശുദ്ധമായിരിക്കുന്ന ഒരു ഭാഗം എന്നും അവിടെ കാണാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിഞ്ചു പൈതലായ 90 വയസ്സുകൾക്കപ്പുറം ജനിച്ച തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി കിടത്തിയ സ്ഥലം അവിടെയാണ്. മഹാനായ ഇബ്രാഹിമിന്റെ വലിയ ഒരു പരീക്ഷണത്തിൽ നിന്നുള്ള വിജയം ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന അറിയിപ്പ് ലഭിച്ച് മഹാനായിരിക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഒരാട്ടിൻകുട്ടിയെ നൽകിക്കൊണ്ട് ഉദ്ഹിയ്യത്ത് അറുത്തു. ലോകത്തിൽ ആദ്യമായി നടന്ന ഉദ്ഹിയ്യത്തിന്റെ തുടക്കമാണത്. ഹജ്ജ് ബലി പെരുന്നാൾ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു, ശിആറു ഉമ്മത്തി യുഹൂൻ. ഉമ്മത്തിന്റെ ഒരു ചിഹ്നയാണ്, ഉമ്മത്തിന്റെ ഒരു മതചിഹ്നം തന്നെയാണ് ഉദ്ഹിയ്യത്ത് എന്ന കർമ്മം. അതിലെല്ലാവരും പങ്കാളികളായി തീരണം. സമ്പത്തുള്ളവരൊക്കെയും പങ്കാളികളാകണേ. ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു പങ്കെങ്കിലും ചേരാനുള്ള ഒരു സമ്പത്ത് അവന്റെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അവൻ ഉദ്ഹിയ്യത്ത് ഇറക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാക്കി തീർക്കും, വലിയ ബറക്കത്ത് അതുകൊണ്ടുണ്ടായി തീരുന്നുണ്ട്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നോമന പുത്രിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി ഉദ്ഹിയ്യത്ത് ഇറക്കുമായിരുന്നു. ഫാത്തിമ ബീവിയോടുള്ള മുത്ത് റസൂൽ പറയുന്നുണ്ട്, യാ ഫാത്തിമ ഖൂമി ഇലാ ഉദ്ഹിയ്യതികി ഫസ്തഇദീഹാ. ഓ ഫാത്തിമ, എന്റെ പൊന്നുമോളെ, ഉദ്ഹിയ്യത്ത് ഇറക്കുന്ന സ്ഥലത്തേക്ക് നീ പോകണം. ആ ഉദ്ഹിയ്യത്ത് ഇറക്കുന്ന സ്ഥലത്ത് നീ എത്തിച്ചേരണം. ഉദ്ഹിയ്യത്ത് ഇറക്കാൻ ഒരാൾ അതിന് പങ്കുചേരുമ്പോൾ ഉദ്ഹിയ്യത്ത് ഇറക്കുമ്പോ മൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് ആ പണം നൽകുന്ന, അത് ചെലവഴിക്കുന്ന വ്യക്തി ഹാദറാവുന്ന സുന്നത്തുണ്ട്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പിന്നീട് തുടർന്ന് പറയുന്നുണ്ട്, ഫഇന്നഹു യുഗ്ഫറു ലകി ഇൻദ അവ്വലി ഖതറത്തിൻ തഖ്തറു മിൻ ദമിഹാ കുല്ല ദബ്ബിൻ. നിന്റെ പാപങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. ആ മൃഗത്തിനെ അറുക്കുമ്പോൾ ഇറ്റി വീഴുന്ന രക്തത്തുള്ളികളുടെ തുടക്കം മുതലിന് തന്നെ നിങ്ങളെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നു. അത്രമാത്രം സൽക്കർമ്മമാണത്. എന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ മുത്ത് റസൂൽ നിങ്ങള് ഇന്ന സ്വലാത്തി, ഫാത്തിമ ബീവിയോട് പറയാൻ വേണ്ടി പറഞ്ഞു, ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരം, വനുസുകി, എന്റെ ഉദ്ഹിയ്യത്ത് കർമ്മം തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെയും തന്നെ, വമഹിയായ, എന്റെ ജീവിതവും, വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ തമ്പുരാന് വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും എന്റെ നമസ്കാരങ്ങള്, എന്റെ ഉദ്ഹിയ്യത്തുകള്, എന്റെ തുടങ്ങിയ സൽക്കർമ്മങ്ങളൊക്കെയും പടച്ച തമ്പുരാന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുകയും വേണം. ഞാനാവുന്നത് അവ്വലുൽ മുഅ്മിനീൻ, ഞാൻ അവ്വലുൽ മുസ്ലിമീൻ, ഒന്നാം നമ്പർ മുസ്ലിമാണെന്ന് നിങ്ങളുടെ വിശ്വാസത്തിനെ ഒന്ന് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ചൊല്ലുകയും വേണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അത്രയും നല്ലൊരു സൽക്കർമ്മമാണ് ഉദ്ഹിയ്യത്ത്. പലപ്പോഴും ചിലരൊക്കെ എല്ലാ നാടുകളിലും കുറച്ച് ആളുകളൊക്കെ അതിൽ പങ്കെടുക്കും, അവരെന്നെ എല്ലാ വർഷവും അറുത്തു പോകുന്നൊരവസ്ഥ. അതിനൊരു മാറ്റം വരണം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെറുപ്പക്കാരനെ ഒരു 6-7 പേര്
7 പേര് ഒരുമിച്ച് കൂടി ഒരെണ്ണത്തിന് ചെറുതൊന്ന് മേടിച്ചു കഴിഞ്ഞാൽ എല്ലാരെ കൊണ്ടും കഴിയുന്ന കാര്യമാണ്. ചെറിയ ഒരു വിഹിതം, ചെറിയൊരു സംഖ്യ അതിന് വരുള്ളൂ. അപ്പൊ ഒന്നുകൂടി നമ്മൾ ആ വിഷയത്തിൽ ഉണരണം. ഇപ്പൊ തുടങ്ങിയ ശ്രദ്ധിക്കുക. അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായ നമ്മുടെ പ്രയാസങ്ങള്, പ്രതിസന്ധികളിൽ നിന്നൊക്കെ വലിയ വിജയമുണ്ടായി തീരാൻ നമ്മുടെ കച്ചവടങ്ങളിലും നമ്മുടെ ജോലികളിലും ഏർപ്പാടുകളിലൊക്കെയും തന്നെ വലിയ ബർക്കത്തുണ്ടായി തീരാനൊക്കെ അത് വലിയ കാരണമായി തീരും. വലിയ ഐശ്വര്യം ഉണ്ടായി തീരും ജീവിതത്തിൽ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد النبي الأمي الحبيب المحبوب شافي العلل ومفدز القلوب وعلى آله وصحبه وسلم. അർഹമർറാഹിമായ തമ്പുരാൻ, ഞങ്ങൾ പറഞ്ഞതുപോലെ കേട്ടതുപോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ശാരീരികമായ അസുഖങ്ങൾ നീ ശിഫയാക്കണേ റബ്ബേ. ഞങ്ങളുടെ അകലുകാര രോഗങ്ങൾ നീ ശിഫയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗികളുണ്ട് റബ്ബേ, നീ ഉടനെ ശിഫ നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ തമ്പുരാനെ. ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. പൊട്ടിമുറിയായി വഷളത്തരത്തിലായി മനത്തിലും മൂത്രത്തിലുമായി കൊണ്ട് ഒരു സെക്കൻഡ് പോലും ഞങ്ങളാരെയും നീ കടത്തല്ല സുബ്ഹാനേ. അർഹമർറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ ഏർപ്പാടുകൾ, കച്ചവടങ്ങളുടെ ജോലികള്, വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഒരുമിച്ച് കൂടിയ മഹനീയമായ സദസ്സാണ്, പള്ളിയാണ്. അല്ലാഹുവേ, അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും സർവീസുകളിലും കൂലിവേല ചെയ്യുന്നവരുണ്ട്, ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നവരുണ്ട്. നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റബ്ബേ. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കണേ തമ്പുരാനെ. ഉള്ളതിന് നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. ഹലാലായതിന് നീ നൽകണേ തമ്പുരാനെ. ഹറാമ് ഞങ്ങളെ നീ ഭക്ഷിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, കിഡ്നി രോഗം, ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാറാരോഗങ്ങളെ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ അകലുകാരെയും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരെയും നീ പരീക്ഷിക്കല്ല റഹ്മാനേ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളിലൊക്കെ വിജയം നൽകണേ തമ്പുരാനെ. ഉന്നതമായ ജോലി നൽകണേ റബ്ബേ. സ്കൂളുകളൊക്കെ തുറക്കാൻ കാത്തിരിക്കുകയാണ്. ഉന്നതമായ വിജയം അവർക്ക് നീ നൽകണേ തമ്പുരാനെ. അവരെ ഖൈറിന്റെ അകലുകാരാക്കണേ റബ്ബേ. മതബോധമുള്ള മക്കളാക്കണേ തമ്പുരാനെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين.